വടക്കഞ്ചേരി മണ്ണുത്തി ആറുവരിപ്പാതയിലെ പന്നിയങ്കര ടോൾ കേന്ദ്രത്തിന്റെ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് ടോൾ വഴി യാത്ര സൗജന്യമാണെന്ന് അറിയിച്ചിട്ടും പലർക്കും പണം നഷ്ടപ്പെടുന്നതായി പരാതി. 3 കിലോമീറ്റർ പരിധിയിലുള്ളവർക്കുൾപ്പെടെ പണം നഷ്ടപ്പെടുന്നതായി പ്രദേശവാസികൾ. കെ രാധാകൃഷ്ണൻ എംപിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 7.5 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സൗജന്യയാത്ര നൽകാമെന്ന കരാർ കമ്പനി തന്നെയാണ് അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളിൽ നിന്ന് വാഹനത്തിന്റെയും വിലാസം തെളിയിക്കുന്നതിന്റെയും രേഖകൾ കരാർ കമ്പനി സ്വീകരിച്ചു. പണം നഷ്ടപ്പെടാത്ത വിധത്തിൽ ഫാസ്റ്റ് ട്രാക്കിൽ ക്രമീകരണം നടത്തിയതായും പ്രദേശവാസികൾക്ക് വാഹനവുമായി ഏത് ട്രാക്ക് വഴി വേണമെങ്കിലും കടന്നുപോകാമെന്നും കരാർ കമ്പനി അറിയിച്ചിരുന്നതുമാണ്. രേഖകൾ പരിശോധിച്ച ശേഷം സൗജന്യമായി കടത്തിവിട്ടിരുന്ന ട്രാക്ക് ഒഴിവാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രാക്കിലൂടെ പോകുന്നവരുടെ ഫാസ്ടാഗുകളിൽ നിന്നും പണം നഷ്ടപ്പെടുന്നതായാണ് കാണുന്നത്. വ്യാഴാഴ്ച കാലത്ത് കിഴക്കഞ്ചേരി സ്വദേശിയുടെ വാഹനം കടന്നുപോകുമ്പോൾ പണം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ പണം നഷ്ടപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ ഇവരുടെ വാഹനത്തിന്റെ രേഖകൾ നിലവിലെ സൗജന്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത്. രേഖകൾ നൽകിയിട്ടും പലരുടെയും പണം നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരി പഞ്ചായത്ത് അംഗം സതീഷിന്റെ വാഹനം കടന്നുപോകുമ്പോൾ പൈസ നഷ്ടപ്പെട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് തർക്കിച്ചതോടെ കമ്പനി പണം തിരികെ നൽകുകയായിരുന്നു. ടോൾ കമ്പനിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വിഷയമുണ്ടായി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, പ്രദേശവാസിയാണ്, എനിക്ക് ഒരിക്കലും ഇത് എൻ്റെ ടോൾ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ബാലൻസ് ഡെബിറ്റ് ചെയ്ത് പോയി. ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടെ ഇതുപോലെ പ്രശ്നമുണ്ടാക്കി സംസാരിച്ച് ട്രാക്ക് ബ്ലോക്ക് ചെയ്ത് ഇട്ട ശേഷമാണ് എനിക്ക് ആ ഒരു റിട്ടേൺ ഫണ്ട് അവർ ഇട്ട് തന്നത്. അതുപോലെ ഇപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ മിലിഞ്ഞാന്ന് റീസെൻ്റായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ രാവിലെ ആ വഴിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. രാവിലെ പോകുമ്പോഴും അവരുടെ അടുത്ത് സ്വാഭാവികമായിട്ട് പറഞ്ഞു, ടോൾ എടുക്കരുത്, ഞാൻ ഇവിടെ പേപ്പറെല്ലാം കൊടുത്താണ്. പക്ഷേ എന്നിട്ട് പോലും അതിനകത്തൊരു എക്സംഷൻ വന്നില്ല. അതുപോലെ റിട്ടേൺ വരുമ്പോഴും ഇതേ പ്രശ്നം. അപ്പോൾ എന്നും അവിടെ നമ്മൾ എന്ത് രേഖ കൊടുത്താലും സംസാരിക്കേണ്ട ഒരു രീതി, അത് നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ മാത്രം എക്സംഷൻ തരിക. സാധാരണക്കാരായിട്ടുള്ള എത്ര പേർക്ക് ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴും ബോധ്യപ്പെടുന്നില്ല. അതിനൊരു ശരിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് അതിനകത്ത് ടോൾ കമ്പനിയും നമ്മുടെ സമരസമിതിയായിട്ട് എഴുതി ഉണ്ടാക്കേണ്ടതുണ്ട്. ആ രീതിക്ക് തന്നെ അത് മുന്നോട്ട് പോയാൽ മാത്രം ഈ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. ഇപ്പം മിലിയാന്ന് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലൂടെയാണ് നമുക്ക് ആ ഫണ്ട് റീഫണ്ട് ചെയ്തത്. പക്ഷേ ഇതൊന്നും സാധാരണക്കാർക്ക് കഴിയുന്നൊരു സംവിധാനമല്ല. ടോൾ ഈടാക്കിയത് ചോദ്യം ചെയ്തത് കരാർ കമ്പനിയുടെ ഓഫീസിലെത്തുന്നവർക്ക് പണം മടക്കി നൽകുന്നുണ്ടെങ്കിലും ചിലർ ചോദിക്കാൻ മടിച്ച് നഷ്ടം സഹിച്ചു പോകുന്നുണ്ട്. 7.5 കിലോമീറ്റർ പരിധിയിലുള്ള 4000-ഓളം പേർ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും 1500-ഓളം പേർക്ക് മാത്രമേ സൗജന്യം അനുവദിച്ചിട്ടുള്ളൂ എന്നാണ് സൂചന. 7.5 കിലോമീറ്റർ പരിധിയിലുള്ള മുഴുവൻ പേർക്കും സൗജന്യം നൽകുമെന്ന് കരാർ കമ്പനി ആവർത്തിക്കുമ്പോഴും ഫാസ്ടാഗിൽ ക്രമീകരണം നടത്തുന്നത് നീളുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.